രാഹുൽ ഈശ്വർ, ആ വൈകാരികതയെ മുതലെടുക്കാനാണോ സുരേഷ് ഗോപിയുടെ ശ്രമം? നോക്കൂ, ഭാരത മാതാവാണോ കോൺഗ്രസിന്റെ മാതാവാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. ഇവിടെ RSSും BJPയും ഇന്ദിരാഗാന്ധി എന്ന ലീഡറെ കണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്. നിലവിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് മുന്നിൽ മാധ്യമങ്ങൾ മൈക്ക് നീട്ടുന്നത് സുരേഷ് ഗോപി എന്ന അഭിനേതാവിന്റെ പ്രതികരണം കേൾക്കാനല്ല. അത് BJPയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ആദ്യമായി ലോക്സഭയിലേക്ക് പോയ ഒരു BJP നേതാവിന്റെ പ്രതികരണത്തിനാണ്. അങ്ങനെ ഒരാളാണ് ഈ വിധം കരുണാകരനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കോട്ട് ചെയ്യുന്നത്. അത് ഈ റോണി കെ ബേബി പറഞ്ഞ തരത്തിൽ ഒരു മലയാളിയുടെ ഒരു ഭൂരിപക്ഷ ബോധ നിർമ്മിതി ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ വൈകാരികമായി ഉപയോഗിക്കാമെന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണോ? രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് 100% രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല, 100% കക്ഷി രാഷ്ട്രീയം, സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളികളിൽ നിന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായി നമ്മൾ കാണരുത്. രാഷ്ട്രീയത്തിന് അതീതമായി ജനമനസ്സിൽ ഹൃദയമുള്ള, ജനങ്ങളുടെ ഇടയിൽ ഒരു നെറേറ്റീവും നിലപാടും മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രസ്താവനകൾ എടുത്തു നോക്കൂ. ഇന്ന് മാത്രമല്ല, അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറയുന്ന പാലാപിതാവിൻ്റെ അരമനയുടെ മുമ്പിൽ ചെന്ന് നിന്ന് അദ്ദേഹം പറയുകയാണ്, മേലാൽ എന്നോട് നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് പോലും ചോദിക്കരുത്, ആ വൃത്തികെട്ട വാക്ക് എന്നോട് ചോദിക്കരുതെന്ന് പറയുന്ന നന്മയുടെ പേരാണ് ശ്രീ സുരേഷ് ഗോപി. അത് മാത്രമല്ല, അല്ലെങ്കിൽ താൻ ബിസ്മി ചൊല്ലി പരിശുദ്ധമായ നോമ്പ് തുറക്കാൻ, മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെ പവിത്രമായ നോമ്പ് തുറക്കുന്നതിന് പ്രാർത്ഥന ചൊല്ലി നോമ്പ് തുറക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയുന്ന, ഇസ്ലാമോഫോബിയ കൂടി നിൽക്കുന്ന കാലത്ത് പോലും പറയാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപി അല്ലേ കേരളത്തിൻ്റെ അസറ്റ്? അപ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്ന നല്ല അയ്യപ്പ. ഇപ്പോൾ താങ്കൾ പറയുന്ന വിശാലമായ പൊളിറ്റിക്സ് ആണ് സുരേഷ് ഗോപി ഇവിടെ പ്രയോഗിക്കുന്നത് എന്നൊക്കെ സാധാരണ യുക്തിക്ക് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി സ്വതന്ത്രനായിട്ട്, പൊതു സ്വതന്ത്രനായിട്ട് തൃശ്ശൂരിൽ മത്സരിക്കണമായിരുന്നു. മത്സരിച്ചത് അങ്ങനെയല്ലല്ലോ, അത് BJPയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ആ BJPയുടെ പ്രതിനിധി പറയുന്ന കാര്യങ്ങളിൽ BJPയുടെ രാഷ്ട്രീയം ഉണ്ടാകണ്ടേ? ഇവിടെ ഇപ്പോൾ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ BJPയും RSSും അല്ലെങ്കിൽ പൊതുവെ സംഘപരിവാർ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം, ആ സംഘപരിവാർ എന്ത് നിലപാടാണ് ഇന്ദിരാഗാന്ധിയോട് സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. ആ K കരുണാകരനെതിരെയാണല്ലോ കേരളത്തിൽ വലിയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതും ആ നിലയിൽ കാര്യങ്ങൾ പോകുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ, ചരിത്രത്തെ സുരേഷ് ഗോപി പാടെ മറക്കുമ്പോൾ കേരളത്തിലെ ഉൾപ്പെടെ BJP നേതൃത്വം മിണ്ടാതിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ സുരേഷ് ഗോപി ലൈനിലേക്ക് BJP പൂർണ്ണമായി മാറിയെന്നാണോ? അവിടെയാണ് ഈ സമന്വയത്തിന്റെയും സമവായത്തിന്റെയും പേരല്ലേ ഇന്ത്യ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്നും ഉണ്ടാകും, പക്ഷേ ആ അഭിപ്രായങ്ങൾക്കിടയിൽ യോജിപ്പ് കണ്ടെത്തുന്നതല്ലേ നമ്മൾ. മാത്രമല്ലല്ലോ, നമ്മളുടെ രാഷ്ട്ര നിർമ്മാതാക്കളായ മഹാത്മാഗാന്ധിയും നേതാജിയും ഒക്കെ എത്ര ശക്തമായി വിയോജിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കിടയിൽ യോജിപ്പിന്റെ മേഖല കണ്ടെത്തുന്നത്. നോക്കൂ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന പേരിനൊപ്പം നമ്മൾ എല്ലാ കാലത്തും ചേർത്ത് വെച്ച BJP ആയാലും സംഘപരിവാർ ആയാലും ഒക്കെ പറയുന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ്. മാത്രമല്ലല്ലോ ഇന്ദിരാഗാന്ധി, കേട്ടില്ല, ഒന്നുകൂടെ പറയാം. അത് മാത്രമല്ലല്ലോ ഇന്ദിരാഗാന്ധി. BJP പൊളിറ്റിക്കലി ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുന്ന ലൈനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഒടുവിൽ BJP നേതാക്കൾ ഭരണഘടന തിരുത്തുമെന്ന് പറയുമ്പോൾ പോലും ഭരണഘടന ഏറ്റവും ആദ്യം മൃഗീയമായി തിരുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്ന് പറയുന്ന BJP നേതാക്കളുടെ കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് BJP ഈ നിലയിൽ ഇപ്പോൾ താദാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു നിലപാട് പറയുമ്പോഴോ അവരുടെ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യുമ്പോഴോ അവർ പറയുന്ന എല്ലാ നിലപാടും യോജിക്കണമെന്നുണ്ടോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് മഹാത്മാഗാന്ധി വിളിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയോട് തെറ്റിപ്പെരിഞ്ഞ് കോൺഗ്രസിന്റെ വെളിയിൽ പോയ വ്യക്തിയാണ്. അവിടെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രാഷ്ട്രീയ തിമിരം കാരണം ഒന്നെങ്കിൽ അങ്ങ് അല്ലെങ്കിൽ ഇങ്ങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയും അവിടെയും ഇല്ല, നമ്മൾ നിൽക്കുന്ന ഒരിടമുണ്ട്, അല്ലെങ്കിൽ അവരും ഞങ്ങളുമല്ല, നമ്മളെന്നൊരു കാര്യമുണ്ട്. ആ നമ്മളെന്ന പൊതുബോധത്തെ ഊട്ടിയുറപ്പിക്കാൻ സുരേഷ് ഗോപി ഈ നടത്തുന്ന സമവായ ശ്രമങ്ങൾ, സമന്വയത്തിന്റെ ശ്രമങ്ങൾ ഒരു മലയാളി എന്ന രീതിയിൽ, ഇന്ത്യക്കാരൻ രീതിയിൽ നമ്മൾ അഭിമാനത്തോടെ കൈയടിക്കേണ്ടതാണ്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭാരത മാതാവാണ് ഇന്ദിരാഗാന്ധി. സുരേഷ് ഗോപി എന്നൊരു വാക്ക് പറഞ്ഞു, ഒരുപക്ഷെ അങ്ങ് കേട്ട് കാണും, കോണ്ടെക്സ്ച്വൽ മീനിങ്. എൻ്റെ വാക്ക് പോലുമല്ല, കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞു കോണ്ടെക്സ്ച്വൽ മീനിങ് എന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമായ ഒരു കാര്യം പറയുകയാണ്, പോയറ്റിക്കായ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ അതിൻ്റെ മേൽ കടിച്ചു തൂങ്ങുന്ന രീതി അല്ലല്ലോ. സുരേഷ് ഗോപി ഒരു ഗവേഷണ പ്രബന്ധം എഴുതുകയല്ല,
സുരേഷ് ഗോപി തന്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഹൃദയം കൊണ്ടാണ് പുള്ളി എന്നും സംസാരിച്ചിട്ടുള്ളത്. അതും കൂടെ നമ്മൾ അറിയണം. അതായത് ഹൃദയം കൊണ്ട് എന്നും സംസാരിക്കുന്ന, മുമ്പ് എന്താ പറയണേ, RSSന്റെ അടക്കമുള്ള ശബരിമല വിഷയങ്ങളിലെ നിലപാടുകളെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടോ ഒക്കെയാണ് സുരേഷ് ഗോപി തന്റെ നിലപാടെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ പോസിറ്റീവായി ഇടപെടുന്ന ഒരാളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ. രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരം പോസിറ്റീവ് വോയിസുകൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് അന്ധമായി, ഏത് പാർട്ടിക്കാണെങ്കിലും അന്ധമായി ആത്മാവ് അടിയറ വെക്കാത്തവരുടെ വോയിസ്, അതല്ലേ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഇപ്പോൾ രാഹുൽ ഈശ്വറും സുരേഷ് ഗോപിയും പറയുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള ഈ ഭാരത മാതാവ് എന്ന വീക്ഷണമുണ്ടല്ലോ, അത് കോൺഗ്രസുകാർക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി രണ്ടാമത്തെ പ്രധാനമന്ത്രി ആയില്ല എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പോലും അംഗീകരിക്കുന്നില്ല. അതിനർത്ഥം രാഹുൽ ഗാന്ധി സ്വന്തം മുത്തശ്ശി അംഗീകരിക്കുന്നില്ല എന്നാണോ? പക്ഷേ ഇന്ദിരാഗാന്ധി ചെയ്ത പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യ പ്രൈം മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. ഇന്ന് എമർജൻസി രാഹുൽ ഗാന്ധി അംഗീകരിക്കോ? ഇല്ല. അപ്പോൾ ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൊതു റൂളേഴ്സാണ്, പൊതുധാരയാണ്. EMS എനിക്കും മുഖ്യമന്ത്രി ആവുന്നത് പോലെ, നമുക്ക് എല്ലാവരുടെയും ഏറ്റവും ആദരണീയനായ മുഖ്യമന്ത്രിയാവുന്നത് പോലെ ഇന്ദിരാഗാന്ധി ഈ നാട് കണ്ട ഏറ്റവും ശക്തിയായ പ്രധാനമന്ത്രിമാരിൽ ഒന്നാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ, ഇല്ലാത്ത വിഷയങ്ങളെ ഊതിപ്പെരുപ്പിച്ച് അടുത്ത പ്രശ്നമുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞത് കരുണാകരന് ശേഷം മറ്റൊരു നേതാവിനെ പോലെ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. തൊട്ടു മുന്നിൽ ഈ ടേമിൽ കാലാവധി പൂർത്തിയാക്കിയ വി മുരളീധരനെ പോലും അപ്പോൾ സുരേഷ് ഗോപി കാണുന്നില്ല. എന്തുകൊണ്ട് ആ നേതാക്കൾ ഇല്ല എന്നുള്ള ചോദ്യമുണ്ട്. ആ അർത്ഥത്തിലല്ലോ. ശരി, നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം.